നാളായി അമ്മമ്മേരെ വീട്ടിൽ പോയിട്ട്. അങ്ങനെ ഞാനും കുട്ടും വിചാരിച്ചു ഒന്ന് അമ്മമ്മേരെ വീട്ടിൽ പോയിട്ട് അമ്മമ്മേനെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മ ഒരു എത്ര മണിയായതിപ്പോൾ? 10 മണിയായല്ലേ? 10 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ പാറയ്ക്കേ പോവാമെന്ന് വിചാരിച്ചു. എത്തണം, കുറേ നടക്കാനുണ്ട്. 40 രൂപ എടുത്ത് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ പറ്റും, പക്ഷെ നടന്നിട്ട് പോകുന്ന ഒരു ഫീല് കിട്ടൂലല്ലോ. ഇതാണ് നമ്മളെ പാറ. ഇപ്പോൾ വെയിലായതുകൊണ്ട് പറ്റ കരിഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ നല്ല പച്ച പുല്ല് കാണാം. നമ്മളെ കുട്ടു മുമ്പിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു വേഗം എടുത്തിന് അവൻ്റെ, പിന്നെ കുളിക്കാൻ ചാലിന് വെള്ളം ഉണ്ടെങ്കിൽ ഇന്ന് കുളിച്ചിട്ടേ വരും എന്തായാലും. അപ്പോൾ നമ്മൾ വരഞ്ഞൂർ റോട്ടിലാണ് നടന്നിട്ട് പോകുന്നത്. ഇവിടെ ഫുള്ള് റബ്ബറെല്ലാം. നമ്മൾ 10 മണിക്കെല്ലാം ഇറങ്ങിയതുകൊണ്ടാണ്. രാവിലെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരിത് വ്യൂ കിട്ടുമായിരുന്നു നമുക്ക്. കുട്ടു ഒരു ഹായ് പറഞ്ഞേ. നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പിള്ളേർ പാലെടുത്തിട്ട് പോകുന്നുണ്ട്. രാവിലെ ചെത്തിയിട്ട് വെക്കും, പിന്നെ പാലെടുക്കും. അച്ഛൻ ചെത്താൻ പോലുണ്ട്. നമ്മൾ ടാപ്പിംഗ് ഇല്ലേ, പാലെടുത്തിട്ട് പോകുന്നൊരു കുട്ടീനെയാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മളെ സുഖദായിട്ടെൻ്റെ പീടിയാണ്. നമ്മളൊരു വണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ആരെ വണ്ടിയൊന്നും അറിയില്ല, നമ്മളൊരു ഫ്രീക്കൻസ് വണ്ടി. അപ്പോൾ ഗുയിസ്, ഇതാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള ഷോർട്ട് കട്ട്. അതിലേയും പോകാം. യൂത്ത് ക്ലബ്ബ്, യൂത്തന്മാരെ ക്ലബ്ബ്. ഇപ്പം യൂത്തന്മാരെന്നല്ല, വയസ്സായവരും വരലുണ്ടല്ലോ കിട്ടും. നമ്മളെ ഡാൻസ് പ്രാക്ടീസ് എല്ലാം നടക്കുന്ന സ്ഥലമാണ്. പ്രാണ ഡാൻസ് അക്കാദമിയിലെ ക്ലാസ്സെല്ലാം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ക്ലബ്ബ്, കോർട്ട് ഇവിടെ വോളിബോൾ ടൂർണമെൻറ്റെല്ലാം ഉണ്ടാകുന്നുണ്ട്. പണ്ട് ഉണ്ടായിന്, ഇപ്പോൾ കുറവാണ്. നമ്മൾ വീട്ടിലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരിത് കടക്കണം, എന്നാലേ എത്തും. കുറേ നാളായില്ലേ എല്ലാം കീഞ്ഞിട്ട്. നമ്മൾ കുട്ടു ഉഷാറിൽ പോകുന്നുണ്ട് കേട്ടോ. എനിക്കതുപോലെ ആവും തോന്നില്ല. കുട്ടു ഹെൽപ്പ് മീ. അപ്പോൾ കുട്ടു സഹായത്തിന് വരുന്നുണ്ട്. നോക്കാം നമുക്ക്. നമ്മൾ ചാലെത്തി. പെരിയാറല്ലല്ലോ, വരഞ്ഞാലല്ലേ. ഞാൻ നമ്മളെ പാലം, കവുങ്ങിൻ്റെ പാലമാണ്. പാലം ശരിയില്ലാന്ന് ബാബുളേപ്പം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചാല് കിടന്ന് പോയി വിചാരിച്ചു. വെള്ളം നല്ല കുറവാണ്. കുട്ടു തണുപ്പുണ്ടോ? എത്തി. പിന്നെ ആ കാണുന്ന അമ്മമ്മേരെ വീട് കാണുന്നില്ല അല്ലേ? ചെറിയ റോഡ് കാണുന്നുണ്ടോ? പഴയ ഒരു 10-40 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. 10-20 ആളെല്ലാം ഒന്നിച്ച് ഉണ്ടായ വീടാണ്. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇതെല്ലാം നമ്മളെ ഏരിയ. എല്ലായിടത്തും കാടായി. ഇത് പണ്ടേത്തെ നമ്മളെ ടാങ്കിയാണ്. ഇവിടെയാണ് വെള്ളം നിറക്കല്. ചാലിന്ന് ഇവിടെ വെള്ളം നിറക്കും, പിന്നെ അത് വീട്ടിലേക്ക് എടുക്കും. നടന്ന് ക്ഷീണിച്ചുപ്പാ. നമ്മളെ കുട്ടു എത്തി. നമ്മുടെ വീട് നോക്കില്ലാരും. പഴയ വീടാണ് കേട്ടോ. അമ്മമ്മ ഇടപ്പിന് ഇളയുന്ന താമസം. ഇപ്പോൾ നക്ഷത്രം നോക്കിയിട്ടുണ്ട്. നമുക്ക് അമ്മമ്മനെ വിളിച്ചോട്ടോ. ആരും ഇല്ല. അമ്മമ്മേ, പൊന്നൂസാണ്. പൊന്നൂസേ, അന്ന് നമ്മളെ അമ്മമ്മ തമ്പായി എന്നാണ് അമ്മമ്മേരെ പേര്. അമ്മമ്മ ചിരിക്കാറോ? അമ്മമ്മക്ക് ഇപ്പോൾ പിന്നെ ചെവി അങ്ങനെ വേഗം കേൾക്കുന്നൊന്നുമില്ല. ഇപ്പോൾ കുളിച്ചിട്ട് സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ട് അമ്മമ്മ. നമ്മളെ വീട്ടിൻ്റെ ബേക്കറിയിൽ ചെറിയ കുളമാണ്. കുളമല്ല, ചെറിയൊരു ചാല് കണക്കത്തെ ഒരു സാധനം. പിന്നെ ഇവിടുന്നാണ് വെള്ളമെല്ലാം എടുക്കൽ നമ്മ. പിന്നെ കുളിക്കാനും എല്ലാം എല്ലാ സമയത്തും ഇവിടെ വെള്ളം ഉണ്ടാകലുണ്ട്. പിന്നെ കുറേ മീനും ഉണ്ട് കേട്ടോ. മീനൊന്നും കാണുന്നില്ല അല്ലേ? നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു മീനും വരില്ല. കാണുന്നുണ്ടോ മീൻ? അതെ അതാ ഒരു മീൻ പായിന്ന്. പൊന്നൂസ് മീനുണ്ടോ? പൊന്നൂസ് നമുക്കൊരു സാധനം തന്നിട്ടുണ്ട്. ഇതെന്തിയാ പൊന്നൂസേ? അപ്പം നമുക്ക് മിച്ചറും ബിസ്ക്കറ്റും തന്ന ആവശ്യം. അമ്മ പോലായി 12 മണിയായി. ഉച്ചക്ക് അമ്മമ്മേനെയും കൊണ്ട് ആശുപത്രി പോകുന്നുണ്ട്. അമ്മമ്മേ താറ്റാക്കറോ? നമ്മളെ കുട്ടു വിജനദേവി പാതി വഴിയോരം. നമ്മളെ കോറക്കാർ വീടാണ് കേട്ടോ. മറ്റേ കോറയിൽ പണിയെടുക്കുന്നവരെ വീട്. അവരൊരു താവളമാണ് കേട്ടോ. നമ്മിപ്പം പണ്ട് ഒരു കൊല്ലി ഉണ്ടായി. കൊല്ലി എന്ന് പറയുമ്പോൾ ഒരു വെള്ളച്ചാട്ടം. ഇപ്പോൾ വെള്ളമില്ല. ഡാർക്ക് അടിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നമ്മളെ വെള്ളച്ചാട്ടം. മഴ സമയത്ത് ഇവിടെ ഭയങ്കര കുത്തി വെള്ളം ഇങ്ങനെ വരലുണ്ട്. പക്ഷെ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ആ പാറ മാത്രം കാണാം. കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. ഞാനിവിടെ കുടുങ്ങേ. വേണ്ട, ഞാൻ വന്നോളാം. പൊളിയല്ലേ?
സെറ്റ് സെറ്റ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. ഈ നല്ല തണുപ്പുണ്ടല്ലേ. ഇപ്പോൾ ഒരു 12:30 ആയി. ഈ സമയത്തെല്ലാം 12:30ക്ക് ചാലിൽ വന്നുകൂടാന്നിട്ടാണ് പറയുന്നത്. പ്രേതം പിടിക്കൂലേ നമ്മളാ. പക്ഷേ പ്രേതമേ പിടിക്കല്ലേ, പേടിയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലേ കേട്ടോ. അങ്ങനെ കുട്ടി ഒരു കുളി പാസ്സാക്കുന്നുണ്ട്. സ്ക്രൂവാ. മീനെ പിടിക്കാൻ പോവാണ്. കൊണ്ടുപോകുന്നില്ല, പിടിച്ചിട്ട് ആടനെ വിടും. കൊണ്ടുപോകുന്നതിന് വെറുതെ കൊല്ലുന്നതിന് വിട്ടു. പിടിച്ച് നോക്കാം. മീൻ ചോറൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് നോക്കാം കിട്ടോ ഇല്ലയോന്ന്. ഇനിയിപ്പം മീനും കൂടി പിടിച്ചാൽ നമ്മ ഇരുന്നൊരു 1 മണിയാകുമ്പോൾ വിടും. ഇനി കുന്ന് കയറണം, അതാണ് ഒരു ടാസ്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അമ്മമ്മേരെ വീട് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്, മനോഹരമായി അവസാനിച്ചിരിക്കുകയാണ്.